Welcome to Tasty Buds. ഹായ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, നമ്മുടെ ക്യാരറ്റ് ദോശയാണ്. അത് ക്യാരറ്റ് ദോശ വീറ്റ് ഫ്ലോറിലാണ് ചെയ്തിട്ടുള്ളത്, അതായത് ഗോതമ്പ് മാവിലാണ് ചെയ്തിട്ടുള്ളത്. കഴിക്കാത്തവരൊക്കെ അതായത് ഗോതമ്പ് പൊടിയല്ല കേട്ടോ, നമ്മുടെ ക്യാരറ്റ് കഴിക്കാത്തവരൊക്കെ കഴിപ്പിക്കാനുള്ളൊരു വിദ്യ കൂടിയാണ് അത്. കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാൻ വളരെ നല്ലതാണ്. അതിൻ്റെ ടേസ്റ്റ് പോലും അവരറിയില്ല. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ആയിരിക്കും, കുട്ടികളൊക്കെ നന്നായി കഴിച്ചോളൂ. ഇത് അരച്ച് ചേർത്തിട്ടാണ് കേട്ടോ, ഗോതമ്പ് മാവിലേക്ക് അരച്ച് ഒഴിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. അപ്പോൾ ക്യാരറ്റ് ദോശയ്ക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ 2 വലിയ ക്യാരറ്റ് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അരച്ചെടുക്കണം. പിന്നെ തേങ്ങ വേണം. തേങ്ങ ഒരു കപ്പ് എടുത്താൽ മതി, ഒരു കപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസിൻ്റെ അളവിലാണെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താൽ മതി. അതുപോലെ ഇത് ഗോതമ്പ് പൊടിയാണ്, ഇത് 4 കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ അളവിനാണെങ്കിൽ നിങ്ങൾക്ക് 4 ഗ്ലാസ് എടുക്കാം. അതുപോലെ നമുക്ക് കുറച്ച് ഉപ്പ് വേണം. അതുപോലെ നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ ചേർക്കാം, അത് ഓപ്ഷണലാണ്. അത് ചേർക്കാതിരിക്കുകയോ ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതുപോലെ തന്നെ തേങ്ങയുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ക്യാരറ്റ് ഞാനൊരു 2.5 കപ്പ് വെള്ളം ഉപയോഗിച്ച് അടിച്ചെടുത്തതാണ് കേട്ടോ. അത് നമുക്കിനി ആ മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം, അതായത് നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ഒന്ന് വിസ്ക് കൊണ്ട് കുഴച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാനൊരു വിക്സ് ഉപയോഗിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ക്യാരറ്റ് ഇതിൽ നന്നായി മിക്സാക്കി വന്നിട്ടുണ്ട്, ക്യാരറ്റ് അരച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തേങ്ങ ചേർക്കണമെന്നില്ല കേട്ടോ, പക്ഷെ തേങ്ങ ചേർക്കുന്നത് നല്ലതാണ്. ഒരു നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും ക്യാരറ്റിൻ്റെ കൂടെ തന്നെ. അതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. നമുക്കിതിൽ ബാറ്റർ ഒഴിച്ചെടുക്കാം, മാവ് ഒഴിച്ചെടുക്കാം. നമുക്ക് മൂടി വെക്കണമെങ്കിൽ മൂടി വെക്കാം, മൂടി വെക്കണമെന്നില്ല. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുന്ന കാരണം അങ്ങനെ കിടന്ന് വെന്തോളും. നമ്മുടെ ക്യാരറ്റ് ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് എടുക്കാം, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കൊരു ദോശയും കൂടി ഉണ്ടാക്കാം. ഇത് ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. നമുക്ക് ദോശ തിരിച്ചിട്ട് കൊടുക്കാം.
നമുക്കിതെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ടെക്സ്ചർ. കണ്ടോ, നല്ല കളറില്ലേ? അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ദോശ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് വീറ്റ് ദോശയാണ് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികളെ കൊണ്ടൊക്കെ നമുക്ക് ക്യാരറ്റ് കഴിപ്പിക്കാൻ ഒരു എളുപ്പമാർഗ്ഗം കൂടിയാണ്. ഇത് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ എന്നും പറയുന്ന പോലെ തന്നെ എന്നും പറയാനുള്ളൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.